ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിൻ്റെ എതിരാളികൾ പറഞ്ഞു വരുത്തുന്ന സത്യമല്ലാത്തൊരു കാര്യമാണ്. കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളെയും പ്രതിനിധിക്കുന്ന പാർട്ടിയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ അവർ കൃത്യമായിട്ട് നിലപാടെടുത്തിട്ടുണ്ട്. പിന്നെ കോൺഗ്രസിൻ്റെ ശത്രുക്കളിൽ പറഞ്ഞു പരത്തുന്ന ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റോറിക്ക് യാതൊരു അർത്ഥമില്ല. CA ബില്ലിൽ പാർലമെന്റിൽ AM ആരിഫ് മാത്രമാണ് എതിർത്ത് സംസാരിച്ചതെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കള്ളമെന്ന് ET മുഹമ്മദ് ബഷീർ പ്രസ് ക്ലബിന്റെ മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CA ബില്ല് സഭയിൽ ആദ്യമെത്തിയപ്പോൾ അവതരണാനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ട് ET മുഹമ്മദ് ബഷീറും കുഞ്ഞാലിക്കുട്ടിയും ലോക്സഭയിൽ സംസാരിച്ചു. തുടർന്ന് ബില്ല് അവതരിപ്പിച്ചപ്പോഴും ET മുഹമ്മദ് ബഷീർ കടുത്ത എതിർപ്പ് ഉയർത്തി സംസാരിച്ചു. പ്രധാനമന്ത്രി പാർലമെന്റിൽ വരുന്നില്ല, പാർലമെന്റിനോട് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം മണിപ്പൂർ ഇഷ്യൂവിൽ പാർലമെന്റിൽ വരണമെന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അത് ആ ബോർഡ് കാണിച്ചു. എൻ്റെ ബോർഡിൽ വേറൊരു രാജ്യദ്രോഹം കാണിച്ചിട്ട് കേട്ട് പ്രധാനമന്ത്രി പാർലമെൻറ്റ് അഡ്രസ്സ് ചെയ്യണമെന്നാണ്. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് എങ്ങോട്ടും പോലും നെഹ്റു എന്ത് വലിയ പ്രാധാന്യം ഉണ്ടെങ്കിലും പാർലമെൻറ്റ് കഴിഞ്ഞിട്ടേ നെഹ്റു പാർലമെൻറ്റ് ഹൗസിൽ നിന്ന് പോവുള്ളൂ. ഈ പ്രധാനമന്ത്രി എത്ര ദിവസം പാർലമെൻറ്റിൽ വന്നിട്ടുണ്ട്? പാർലമെൻറ്റിനോട് പുച്ഛമാണ് അദ്ദേഹത്തിന്. നിയമനിർമ്മാണങ്ങൾ പാസ്സാക്കുന്നു. നിയമങ്ങൾ എന്താണ്? സാധാരണ ഒരു നിയമനിർമ്മാണത്തിന് പ്രോസസ്സ് ഉണ്ട്. നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ വളരെ താല്പര്യവും കൊണ്ടുവന്നതാണ് അതൊക്കെ. ഇപ്പം എന്താ സംഭവിക്കുന്നത്? MP മാർക്ക് പോലും അറിയില്ല പിറ്റേന്ന് രാവിലെ എന്താ സംഭവിക്കുന്നത്. മന്ത്രി എണീറ്റ് വായിക്കുന്ന സമയത്ത് നമ്മൾ അറിയുന്നുള്ളൂ. അങ്ങനെയാണ് ചെയ്യുന്നത്. ഈവൻ നോട്ടീസ് പോലും രാവിലെ കൊടുക്കാതെയാണ്. രാജ്യസഭയിൽ PV അബ്ദുൽ വഹാബും ലീഗും കോൺഗ്രസും അടക്കം 80 വോട്ടുകളുടെ ശക്തമായ വിയോജിപ്പോടെയാണ് ലോക്സഭയിൽ ആ ബില്ല് പാസ്സായത്. ഇതൊന്നും CPM-നും മുഖ്യമന്ത്രിക്കും അറിയാത്തതുകൊണ്ടൊന്നുമല്ല. രാജ്യത്ത് BJP ഉപയോഗിക്കുന്ന അതേ തന്ത്രം പയറ്റുകയാണ്. നുണകൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്ന ഗീബൽസിയൻ തന്ത്രം. കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ മുതിർന്ന CPM നേതാവ് CA ബില്ലിൽ ലീഗ് MP-മാർ വോട്ട് ചെയ്തില്ലെന്ന നുണ യാതൊരു മടിയുമില്ലാതെ പറഞ്ഞു. എന്നാൽ ചർച്ചയിലുണ്ടായിരുന്ന ഷിബു മീരാൻ ഇടപെട്ട് കൃത്യമായി മറുപടി നൽകി. എന്നിട്ടും CPM പ്രതിനിധി അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ET മുഹമ്മദ് ബഷീർ മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്,